ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തൻ താളിപ്പിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ അതിനായിട്ട് മത്തൻ അതുപോലെ ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു നടു കീറിയിട്ടുള്ള ഒരു പച്ചമുളകാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ മത്തൻ ഒന്ന് കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പൊ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെന്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പൊ ഇതാ ഞാനിത് ഈ ഒരു തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിപ്പോ വെള്ളത്തിലിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കട്ടിക്ക് വേണ്ടി കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. കഞ്ഞിവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നാലും നമ്മുടെ ഈ കറി ഒന്ന് കട്ടി ഉണ്ടാവുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ എരിവിന് പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതുപോലെ കറിവേപ്പിലയും ഒരു വറ്റൽമുളകും ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എണ്ണയിലിട്ടിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മത്തൻ താളിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. അപ്പോൾ മത്തൻ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ.